കുട്ടികളെ, കളരിപ്പയറ്റെന്നാൽ അച്ചടക്കത്തിലും ഗുരുഭക്തിയിലും അധിഷ്ഠിതമായ ഒരു മഹത്തായ ആയോധന കലയാണ്. ഇതിൽ യാതൊരു കള്ളച്ചുവടുകളും പാടുള്ളതല്ല. ഇതൊരു ദൈവീകമായ ഒരു കല കൂടിയാണ്. പിന്നെ ഇത് കേരളത്തിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു ആയോധന കല കൂടിയാണ്. ഇത് ലോകത്തിന് കേരളം സമ്മാനിച്ച ഒരു മഹത്തായ കല എന്ന് വേണമെങ്കിൽ അവകാശപ്പെടാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ബോധ്യമായല്ലോ. എന്നാൽ നമുക്ക് ആരംഭിക്കാം. തുടങ്ങട്ടെ. അമർച്ചയിൽ ഇടത്ത് വെച്ച് വലത് കൊണ്ട് ചവിട്ടി വലത്ത് വഴിയോട്ട് മാറി നിവർന്ന് ഇടത്ത് വെച്ച് വലത് കൊണ്ട് ചവിട്ടി വലത്ത് വഴിയോട്ട് മാറി നിവർന്ന് ഇടത്തെടുത്ത് നോക്കി ചാടിക്കെട്ടി ചവിട്ടി വലിഞ്ഞമർന്ന് നിവർന്ന്. എടാ, ഒരു കിളി വരുന്നുണ്ട്, നമുക്കൊന്ന് പരിചയപ്പെട്ടു നോക്കിയാലോ? ഹലോ ഹലോ, എന്താ പേര്? എന്താ പേരിടാനാണോ ചോദിച്ചതാണേ. എവിടാ വീട്? എന്റെ വീട്ടിലേക്കാ. ദേ വേണ്ട ചേട്ടന്മാരെ, ഇതേ സ്ഥലം വേറെയാ. ചൊവ്വയാണോ? ബുധനും വ്യാഴമൊക്കെ ആവും. എങ്കിൽ പോകാൻ വരട്ടെ. എന്താ നിങ്ങളുടെ ഭാവം? എന്ത് പറ്റി പാറു? ആരാണവർ? അറിയില്ല കങ്ങേട്ടാ. അതാരാണെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. മോള് വാ. രുക്മിണിയോ? എവിടുന്നാ? ഞാൻ ജോലി കഴിഞ്ഞ് വരാ മാഷേ. അവന്റെ വിവരം വല്ലതും ഉണ്ടോ? മാഷ് ആ വിഷയം വിട്. എന്റെ മകള് ദീപ വീട്ടിൽ നിന്ന് പറഞ്ഞു, നിന്റെ മകളേതോ കവിത എഴുതിയിട്ട് വാരികയിൽ അച്ചടിച്ചു വന്നിട്ടുണ്ടെന്ന്. അതെ. എന്ത് കവിതയാ മകളെ എഴുതിയത്? ഒളിഞ്ഞിരിക്കുന്ന സത്യം, അതാണ് ഉള്ളടക്കം. നല്ല കാമ്പുള്ള തലക്കെട്ട്. അവൾ എപ്പോഴും ഓരോന്ന് കുത്തിക്കുറിച്ചിരിക്കും. എഴുതട്ടെ രുക്മിണി. എനിക്ക് ആ റേഷൻ കാർഡ് ഒന്ന് BPL ആക്കാൻ പറ്റുമോ? അത് ഇനിയും ശരിയായില്ലേ? ഇല്ലെന്നേ. അടുത്ത വീട്ടിലെ ദുബായിക്കാരനും നാട്ടിലുള്ള സകല പണക്കാരന്റെയും കാർഡ് BPL. ഈ പാവം പിടിച്ച രുക്മിണീന്റെ കാർഡ് മാത്രം APL. എന്താ മാഷ ഇങ്ങനെ? ശരിയാക്കാം. ഇതെല്ലാവരും എന്നോട് പറഞ്ഞതാ. ഞാനും തന്നെ പറഞ്ഞത്. കാരണം വ്യവസ്ഥിതി അതായി പോയില്ലേ? ഓരോ വ്യവസ്ഥിതികളെ. ഞാൻ പോട്ടെ മാഷേ. ഓ, അച്ഛൻ എന്താ കാണുന്നു പറഞ്ഞേ? തിരക്കാണെങ്കിൽ നീ പൊയ്ക്കോ. എനിക്കെന്ത് തിരക്കാച്ചായ? എന്തായി നിന്റെ കൃഷി? ഓ, ഇപ്പൊ പെമ്പിള്ളാരൊക്കെ കിട്ടാൻ ഭയങ്കര ഡിമാൻഡ് അച്ചായ. ഇപ്പോ പോരാത്തതിന് കോപ്പിലൊരു പീഡന നിയമം. എന്ത് നിയമം? കൂടിയാൽ ഒരു 6 മാസം. അതിനിടക്ക് പൊഴുങ്ങിയ 14 ദിവസത്തെ റിമാൻഡ്, പിന്നെ കോടതി. അതിനൊരു നികുതി ചീട്ട് മതി. അതോടെ തീരുമെല്ലാം. അല്ലെങ്കിൽ തീർക്കണം. നമുക്കെതിരെ ചില ശബ്ദങ്ങൾ ഉയരുന്നുണ്ടല്ലോ. ഞാനും കേട്ടു. നാട്ടുകാർ ചിലർ നമുക്കെതിരെ തിരിയുന്നുണ്ടോന്ന് ഒരു സംശയമില്ലാന്നില്ല. ഇനിയുണ്ടാവരുത്. അറുത്തു മാറ്റണം വേരോടെ. അച്ചായ, അതെനിക്കറിയാം. പ്രശ്നം വേറെയാ. എന്താടോ നിന്റെ പ്രശ്നം? അച്ചായൻ അറിഞ്ഞു കാണുമല്ലോ, പഴയ പല കേസുകളും കുത്തിപ്പോക്കുന്നുണ്ട്.
തലസ്ഥാനത്ത് നടന്ന പല കേസുകളും കുത്തിപ്പൊക്കിയാൽ നമ്മളും വരട്ടടോ. അവസാനം ഒരു പുകപടലം പോലെ മാഞ്ഞു പോകും. അതുവരെ ഈ ടോം എബേഴ്സൺ ഇവിടെയുണ്ടാകും. ഇവിടെ അല്ല മൂപ്പ, എവിടെ നമ്മുടെ പാർട്ടിക്കാര്? ഒന്നുമില്ലെങ്കിലും ഞാനൊരു MLA അല്ലേ? അതെന്താണെന്നറിയോ? MLA ജനങ്ങളോട് ചെയ്ത ചതി അതാണല്ലോ. എന്ത് ചതി? ചില വാഗ്ദാനങ്ങൾ ഞാൻ നൽകിയിരുന്നു. അതിലൊന്നുപോലും ശരിയാക്കിയില്ലല്ലോ. ഇവിടെ വരേണ്ട പല പദ്ധതികളും മറ്റു മണ്ഡലങ്ങളിലേക്ക് മാറ്റി നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് വലുതാക്കിയ വിവരം ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. ആ, ആരിത്? ടീച്ചറോ? സുഖല്ലേ? ഓ, പിന്നെ മൂപ്പ, ആ ടീച്ചർക്ക് ഇവിടേക്ക് സ്ഥലം മാറ്റം വാങ്ങിക്കൊടുത്തത് ഞാനാണ്. അതിനൊരു സംഖ്യ കണക്ക് പറഞ്ഞു വാങ്ങിയിട്ടില്ലേ? MLA നിങ്ങളിങ്ങോട്ട് പോരി. ടീച്ചർ പോയിക്കോളി. ഇനി ഇവിടെ കിടന്ന് നാറണ്ട. വരും ഇങ്ങോട്ട്. ആ ചേച്ചി, ഈ അൽഫോൻസയുടെ വീട് ഏതാ? ഏത് അൽഫോൺസാ? വീട് മാറി ഒന്ന് അൽഫോൻസ, അത് പറ. ഒന്ന് ഓർത്ത് നോക്കിയേ. അയ്യോ, കള്ളൻ കള്ളൻ കള്ളൻ! കൊണ്ടുപോടാ നായ. 20 രൂപേന്റെ ബുക്ക് വേണ്ട, കൊണ്ടുപോയി എന്റെ അമ്മയ്ക്ക് കൊടുക്ക്. കുഞ്ഞുങ്ങളെ സുഖമല്ലേ? ഈ ഏട്ടൻ രണ്ടുപേരെ ഒന്ന് കാണണ്ടടി. പേടിക്കണ്ട, നിങ്ങളുടെ ഭാവി പറഞ്ഞു തരാ ഞാൻ. എത്ര കാലായി ഇങ്ങനെ ദുരന്തങ്ങൾ നടക്കണേ മാഷേ? ഇങ്ങനെ പോയാൽ നമ്മളെ നാടിന്റെ അവസ്ഥ ഇപ്പൊ എന്താവും? എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണം മാഷേ. മാഷേ, നിങ്ങളിങ്ങനെ മിണ്ടാതൊക്കല്ലേ, എന്തെങ്കിലും ഒന്ന് പറയ്. വീട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ വീട്ടുകാർ പരിഹരിക്കണം, നാട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ നാട്ടുകാർ പരിഹരിക്കണം. അത് ശരിയാ. ഇത് നമ്മളെ നാടിന്റെ പ്രശ്ന മാഷേ. ഒന്നിക്കണം, ഒറ്റക്കെട്ടായി നിൽക്കണം. ആരായാലും ഒരുത്തനും ഇനി നമ്മളെ നാടിനൊരു വേദന ആകാൻ പാടില്ല. ഇനി അടങ്ങിയിരിക്കാൻ കഴിയില്ല. അവർ വരും, വരണം. സമയമായിരിക്കും. ആ മാഷേ, എന്താ സുലൈമാനെ ഇങ്ങോട്ടാ? നമ്മളൊന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതാണേ. സ്കൂളിലൊരു യോഗ ഉണ്ട്, പോട്ടെ. ആ മാഷേ, ഓല എത്തിയില്ലേ? ആര്? നാട്ടിലെങ്ങും പാട്ടാണ്. എന്ത്? മറ്റവരെ ആ മുഖമൂടികള്. എന്താ മാസ്റ്റേ, നിങ്ങളെ നാക്ക് പൊന്ന. നിങ്ങള് പറഞ്ഞ പോലെ ഒക്കെ സംഭവിച്ചു. ശരി സുലൈമാനെ, പിന്നെ കാണാം. ഓരോ കാര്യങ്ങളെ. നിന്നെ 2-3 ദിവസമല്ലേ കണ്ടിട്ട്? വൈകിട്ട് എല്ലാവരെയും മാഷ് കാണണമെന്ന് പറഞ്ഞ് മറക്കണ്ട. ഞാൻ അവിടെ എത്തിയിരിക്കും വക്കീലേ. എന്താന്നറിയില്ല, ആകെ ഒരു ടെൻഷൻ. നീ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. ആ, ഇതാരാ വരുന്നു നോക്ക്. ദാസേട്ടാ, ഞാൻ വക്കീലിനോടൊരു ചോദ്യം ചോദിച്ചു. എന്താ സംഭവം എന്നറിയോ? ലോകം ഭൂമിയിലാണല്ലോ. ആണോ? അതെ. അപ്പൊ ഭൂമിയുടെ അതിനെന്തത്ര ചിന്തിക്കാൻ? ഭൂമി ഇതാ ഇവിടെ തന്നെ. പിന്നെ അരവിന്ദ, വൈകുന്നേരം മാഷെടുത്തെത്താൻ മറക്കരുത്. എന്താ? മാഷെടുത്തെത്താൻ മറക്കരുത്. മറവിയോ? മറവിയ മറക്കേ മറക്കേ. കാറ്റ് വീശുണ്ട്, അവിടെ ഒരു കാറ്റ് വീശുണ്ട്. വക്കീലേ, അവിടെ ഒരു കാറ്റ് വീശുണ്ട്.
ഇവിടെയും വീശുണ്ട് കാറ്റ്. ദാ. അങ്ങോട്ടും അങ്ങോട്ടും കാറ്റ് വീശുണ്ട്. ആ നിങ്ങളാരും കാണില്ല, രാത്രി കാണില്ല, കാറ്റ് വീശിനെ കാണില്ല. അഗ്നി സത്യങ്ങൾക്കു ബലിയല്ല നീ, നഗ്ന പാപങ്ങൾക്കു നദിയല്ല നീ. പോട്ടെ അശ്വവേഗങ്ങൾക്കൊരിരയല്ല. പോട്ടെ കാലങ്ങൾ അശ്രു കൊണ്ടെഴുതേണ്ട കഥയല്ല നീ, അശ്രു കൊണ്ടെഴുതേണ്ട കഥയല്ല നീ. നിന്നെ ഞാൻ അറിയുന്നു ഭദ്രേ, നിന്നേരിലെരിയുന്നു ഭദ്രേ, നിന്നെ ഞാൻ അറിയുന്നു ഭദ്രേ, എന്തു ചെയ്യാം? എല്ലാത്തിനും പ്രതിവിധിയുണ്ട്. ഇതിന് മാത്രം മാഷേ ഒന്ന് നിന്നേ. ആഹാ, ഈ നാട്ടിലാകെ അക്രമികൾ കൂടുകയാണല്ലോ. പോരാത്തതിന് മുഖംമൂടികളും. അതൊക്കെ നിങ്ങളുടെ കഴിവേടാണെന്ന് പറയാം. ഞങ്ങൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ? നാട്ടുകാരുടെ ഒരു ശ്രമം കൂടി വേണം. അവരെ എന്റെ കയ്യിലൊന്ന് കിട്ടിയാൽ. ആരുടെ കാര്യ സാർ പറയുന്നത്? ആ മുഖംമൂടികളുടെ. അവര് ചെയ്യുന്ന നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് അവര് ചെയ്യുന്നു, ജനങ്ങൾക്ക് സ്വൈര്യം കിട്ടുന്നു. മാഷ് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയാണോ? അല്ല, അത് കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ടി വരുന്ന നിങ്ങളുടെ അവസ്ഥ ആലോചിച്ചിട്ടാ, നിങ്ങളോടുള്ള വെറുപ്പാ. ആരായാലും ആ മുഖംമൂടി ധരിച്ച് ചെയ്യുന്നത് എന്ത് അക്രമമാണെന്ന് സാറ് പറയുന്നത്? കള്ളന്മാരെയും തെമ്മാടികളെയും അടിച്ചു ഒതുക്കുന്നതോ അതോ നിങ്ങൾക്ക് അവരെ പിടിച്ചു തരുന്നതോ? എൻ്റെ പൊന്നു സാറേ, നാട്ടുകാർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നുണ്ടല്ലോ. മനുഷ്യർക്ക് സമാധാനം കൊടുക്കുന്നതാണോ തെറ്റ്? അറിയാം, എങ്കിലും ഞങ്ങൾക്ക് ചില രീതികളൊക്കെ ഉണ്ട്. നിങ്ങൾ നിങ്ങളെ രീതി നോക്കി. ഞാൻ പോണു സാർ, എനിക്ക് സമയമില്ല. ഒന്നിച്ച് തരട്ടോ ഭാസ്കരേട്ടാ. ആയിക്കോട്ടെ. ആടക്കി മാസേ നമ്മളുണ്ട്. നവാ അല്ല മാസേ, നിങ്ങൾ അറിഞ്ഞോ ഇവിടെ പോലീസുകാര് ഇവിടെ എല്ലാ വീട്ടിലും കയറി ഇറങ്ങിയാണ്. മുഖമൂടികളെ പറ്റിയാ അവര് ചോദിക്കുന്നത്. കൂടെ നമ്മളോട് ചോദിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? എന്ത് പറയാനാ? അതിന്റെ കാരണക്കാരാന്ന് നമ്മക്കറിയോ? ഇനിയിപ്പൊ അറിഞ്ഞാൽ തന്നെ നമ്മൾ പറയോ? നല്ല കാര്യായി. സുലൈമാനെ, നമ്മളെ ചെറുപ്പം പോലെയല്ല ഇന്ന്. ഈ ലോകം ഇന്ന് മനുഷ്യരുടെ കൈക്കുള്ളില്ല. എന്നിട്ടെന്താ കാര്യം? അത് തന്നെ. മനുഷ്യനാണോ? മരവിച്ച മനസ്സായാലും ശരി, അല്പമെങ്കിലും മനുഷ്യത്വം വേണം. ഇല്ല സർ, എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. എന്നെ പോലെയുള്ളവർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമില്ല സർ. സോ ഞാൻ റിസൈൻ ചെയ്യുന്നു സർ. ഓക്കെ, ഞാൻ വേണ്ടത് ചെയ്തോളാം. താങ്ക് യു സർ. സമയം എത്രയായി? 10 കഴിഞ്ഞു. എവിടേക്കാ? സ്കൂളിലേക്കാ. ടീച്ചറാണല്ലേ? അതെ. നിങ്ങളെങ്ങോട്ടാ? അറിഞ്ഞിട്ടെന്തിനാ? വെറുതെ. എന്നാ വിട്ടോ. ഇല്ലെങ്കിലാ മോളെ കളിക്കല്ലേ. എന്താടാ, പോടാ. എന്ത് പറഞ്ഞടി നീ? ചോദിച്ചു വാങ്ങി. അതേതായാലും നന്നായി കുട്ടി. ആരാ? മാഷിന് മനസ്സിലായി കാണില്ല, കാരണം എന്നെ കണ്ടു കാണില്ല. ഞാനൊരു തീർത്ഥാടകനാണ്. ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന ഒരു തീർത്ഥാടകൻ. വിശ്വൻ മാഷെ എനിക്കറിയാം.
നന്നായി അറിയാം. ആയിക്കോട്ടെ, എന്താ വേണ്ടത്? ഇവിടെ എവിടെ വന്നാ? എനിക്ക് പ്രത്യേകിച്ചൊരു വാസസ്ഥലമില്ല. എവിടെയാണോ അവിടെ. എന്നാ ഞാൻ പോട്ടെ. പാടില്ല. ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് മാഷെ കാണാൻ വന്നത്. എന്നെയോ? അതെ, ഞാൻ നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ഈ പ്രായത്തിനിടയ്ക്ക് പല രാജ്യങ്ങളും കറങ്ങിയവനാണ് ഞാൻ. ഈ നാട്ടിലും ഞങ്ങളുടെ കണ്ണികളുണ്ട്. അതുകൊണ്ട് ആവശ്യമില്ലാതെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഓ, അതാണ് കാര്യം. അപ്പൊ നീ വന്നു. ഞാൻ കാത്തിരിക്കായിരുന്നു എന്റെ വരവിന്. വരാതിരിക്കാൻ കഴിയില്ലല്ലോ. പുസ്തകത്താളുകളിൽ നിങ്ങൾ പഠിച്ചതും പഠിപ്പിച്ചതിനുമപ്പുറം ഒരു ലോകമുണ്ട്. അത് ഞങ്ങൾ നിർമ്മിച്ചതാണ്. ഇല്ല മോനെ, കാലങ്ങൾക്കപ്പുറം നിനക്ക് ജീവിക്കാനുള്ള ആയുസുണ്ടെങ്കിൽ മാത്രം. പിന്നെ നീ ഇപ്പോൾ പറഞ്ഞ പുസ്തകത്താളിലെ അക്ഷരങ്ങളുണ്ടല്ലോ, ആ അക്ഷരങ്ങളുടെ മധുരം നിനക്കറിയില്ല. ആ മധുരം നീ നുണഞ്ഞിട്ടില്ല. എനിക്കും രക്തബന്ധങ്ങളുണ്ടായിരുന്നു. പക്ഷേ എല്ലാം മറന്നു ഈ അഭി. ഇന്നെനിക്ക് താഴെയും മുകളിലും പല ഗ്രഹങ്ങളുണ്ട്. അതിനൊത്ത് കറങ്ങണം ഈ ലോകം. ഞാൻ തെറ്റുകളുടെ രാജാവാണ്. ഒരു ചുവന്ന സിഗ്നൽ കാണും മെബി, അത് നീ മറക്കണ്ട. നീയും നിന്നെ പോറ്റുന്നവരോടും പറയാ, ഇനിവിടെ ഒരു ഗോവിന്ദ ചാമ്യന്മാരും ജീവിക്കില്ല. അതിയായ മോഹം വേണ്ട മാഷേ. എനിക്ക് ഒരപേക്ഷയുണ്ട്. പങ്കായമില്ലാതെ തുഴയാൻ നോക്കരുത്. നിനക്ക് തെറ്റി. ഇല്ല, എനിക്കെന്നല്ല, ഞങ്ങൾക്ക് തെറ്റാറയില്ല. തെറ്റിയുടെ തെറ്റി. സമൂഹത്തിനെയും നാടിനെയും കാർന്നു നിന്ന നിന്നെപ്പോലുള്ളവർക്ക് ഒരു മുന്നറിയിപ്പിനാണ് നീ ഇവിടെ വന്നത്, ഈ വിഷന്റെ മുമ്പിൽ വന്നത്. മാഷിന് വേർക്കുന്നുണ്ടല്ലോ. പ്രഷർ കൂടിയെന്നാ തോന്നുന്നത്. സോ ഒന്നുകൂടി ചിന്തിക്കൂ. ഓരോന്നായി എന്തെങ്കിലും നഷ്ടപ്പെടാൻ ഇടവരുത്തരുത്. ആയുധമില്ലാതെ അടർക്കളത്തിൽ ഇറങ്ങിയവനാണ് ഞാനെന്ന് നീ ധരിച്ചിട്ടുണ്ട് ബി. നിങ്ങൾ മനസ്സിൽ കാണുമ്പോഴേക്കും ഞാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കും. എന്റെ അന്ത്യം അടുത്തു കുറിച്ചിട്ടോ. മനസ്സിൽ കാര്യരുമ്പന്റെ കരുത്തുള്ള ഒരു പച്ചയായ മനുഷ്യന് പ്രതിജ്ഞയാണ്. മാഷ് സ്വപ്നത്തിലാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും നോവലിലെ വാക്കുകളാണോ? അല്ല, എനിക്ക് നിന്റെ പച്ചച്ചോരയുടെ മണം കിട്ടുന്നു. ചുറ്റും നോക്ക്, ആരൊക്കെയോ നിന്റെ കൂടെയുണ്ട്. ഞാൻ തുടങ്ങിപ്പോയല്ലേ ബി. വിരലിലെണ്ണാവുന്ന നിന്നെപ്പോലെയുള്ളവർ നാടിന്റെ ഉറക്കം കെടുത്തുമ്പോൾ എനിക്ക് ഉറക്കം വരില്ല. എന്റെ കുഞ്ഞുങ്ങൾ പരക്കം പായുകയാണ് നിന്നെപ്പോലുള്ള ഇരകളെ തേടി. ഒരമ്മയും ഇനി കഴിയരുത്, ഒരു പെൺകുട്ടിയും നശിപ്പിക്കപ്പെടരുത്. സ്വസ്ഥമായിട്ട് ജീവിക്കണം. നിങ്ങൾക്കതിന് കഴിയുമോ? ഞങ്ങൾക്കൊപ്പം നിയമവും നീതിപീഠവുമുണ്ട്. അത് നിങ്ങളെപ്പോലുള്ളവർക്കല്ല, തെറ്റിനില്ലാതാക്കുന്നതാണ് നിയമം. തെറ്റും ശരിയും നീതിപീഠത്തിന് ശരിക്കും മറിയും. അവയെല്ലാം പുച്ഛിച്ച് തള്ളുന്ന എന്റെ സീറ്റ് ഞാൻ കീറുന്നു. നമ്മൾ തമ്മിൽ ഇനിയും കാണേണ്ടി വരും. കാണും. നീയും ഞാനും തമ്മിലല്ല, നീയും അവരും തമ്മിലും. പോട്ടെ ഹെബി. യെസ്, വിശ്വമാഷ ഞങ്ങൾ തീർത്തു. എല്ലാം ഉറപ്പാക്കിയിട്ടാ ഞങ്ങൾ പോന്നത്. ഇല്ല സാർ, ഒരു തെളിവും കിട്ടില്ല. ഓക്കെ സാർ. ഫ്രാങ്കോ ആയിരുന്നു വിളിച്ചത്. അങ്ങനെ ആ മാഷിന്റെ പുസ്തകം ക്ലോസ്. എന്റെ ചീട്ട് കയറാൻ നോക്കിയവനാണ് അവൻ. ശ്രദ്ധിക്കണം നമ്മൾ. എന്തിന്? അദ്ദേഹത്തിന്റെ കുട്ടികൾ പരക്കം പായുന്നുണ്ടാവും. പാവം. വിശക്കുന്നുണ്ടാകും അവർക്കല്ലേ നില. എന്തായാലും അച്ഛൻ ഇവിടുന്ന് കുറച്ച് മാറി നിൽക്കുന്ന ആ ബുദ്ധി അതല്ലേ നല്ലത്. എന്താ അച്ചായ? ആ SI നമ്മൾ നാട് കടത്തിയില്ലേ? എന്നിട്ടെന്തായി? പുതിയൊരുത്തൻ ചാർന്നെടുത്തിട്ടില്ല. എന്ത് കേസ്? ഒഴിക്കടാ നീല.
മിസ്റ്റർ ഗൗതം, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് ഉടൻ കണ്ടെത്തണം. അവരെന്റെ കയ്യിൽ കിട്ടിയാൽ ബാക്കി വെച്ചേക്കില്ല, തീർത്തു കളയും ഞാൻ. നോ 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 നോ, എനിക്കറിയാം നിന്റെ മനസ്സിനെ. മാഷിന് അത്രയും വേണ്ടപ്പെട്ടവരായിരുന്നു നിങ്ങൾ. ഈ നാട്ടുകാർക്ക് മുഴുവൻ വേണ്ടപ്പെട്ടവരായിരുന്നു മാഷ്. നീ നിന്റെ ഡ്യൂട്ടിയാണ് ചെയ്യേണ്ടത്. ഇത്തരക്കാരെ പോറ്റി വളർത്തുന്നതിൽ നിങ്ങൾക്കും ഒരു പങ്കില്ലേ സർ? എന്തിനാണ് സർ മറ്റുള്ളവരുടെ ചോരയുടെ പങ്ക് ഭക്ഷണമാക്കുന്നത്? നീ പറയുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. നിന്നോട് മറുപടി പറയാനും എനിക്കാവില്ല. വേണമെങ്കിൽ മൈക്കിൽ പ്രസംഗിക്കാം. ഒരു സ്റ്റേജും മൈക്കും കിട്ടിയാൽ എന്തുമാകാമെന്നുള്ള തോന്നലുണ്ടല്ലോ, അതിനധികം വായിച്ചുണ്ടാവില്ല സർ. അതും അറിയാം, പക്ഷേ അത് തുടർന്നുകൊണ്ടേയിരിക്കും. താൻ വാടോ ഗൗതം, നിന്നോട് ചിലത് പറയാനുണ്ട്. എക്സ്ക്യൂസ് മീ, മാഡം ഇവിടെ തന്നെയാണോ? അതെ, ആരാ? ഞാനൊരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവാ. എന്റെ പക്കൽ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ഒരു ഒറ്റമൂലിയുണ്ട്. ഞാനൊരു ടീച്ചറാ, എനിക്കതിന്റെ ആവശ്യമില്ല. ഓഹോ, ടീച്ചറാണല്ലേ? എങ്കിൽ നിർബന്ധമായും നിങ്ങൾക്കത് ആവശ്യമുണ്ട്. എനിക്കത് വേണ്ട. എനിക്ക് മനസ്സിലായില്ലല്ലോ. എനിക്കും. നല്ല കിണ്ണം സാധനമുണ്ട്, വേണോ? എത്ര വരും? 250 രൂപ വരും. സൂപ്പറാ, ഒറ്റ വലി മതി, ഒന്ന് കറങ്ങി വരാ. ഏതായാലും ഇപ്പൊ വേണ്ട. എന്താ പേര് പറഞ്ഞത്? തമ്പി, എബിസാറിന്റെ ആളാ. ഓഹോ, എബിസാർ. കാണാം. മോർണിംഗ് സാർ. ഇൻസ്പെക്ടർ, ഗുഡ് മോർണിംഗ് സാർ. അപ്പോൾ ഞാൻ കാണണമെന്ന് പറഞ്ഞത്, ഇത് എൻ്റെ മണ്ഡലമാണ്. ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കാതിരുന്നാൽ എന്നെ നിയമസഭയിൽ ഇരിക്കാൻ പ്രതിപക്ഷം അനുവദിക്കില്ല. സാർ, ഞങ്ങൾ ശ്രമിക്കാനിട്ടല്ല. വമ്പൻ സ്രാവുകൾ ഇവിടെ കൂടുകൂടിയിരിക്കല്ലേ. അതിൽ പലരും നിങ്ങളുടെയൊക്കെ അരികിൽ തന്നെയല്ലേ? എന്താ സംബന്ധമാണോ താനീ പറയുന്നത്? അതെ സാർ, ഇപ്പോൾ പോലീസിലുള്ളവരെല്ലാം അതിസമർത്ഥന്മാരാണ്. പക്ഷെ എന്തു ചെയ്യാം, ഒരു കൂട്ടം തെമ്മാടികളുടെ കൂത്താടുകയാണ്. ഞങ്ങളെ പാർട്ടിക്ക് ചെറുപ്പക്കാരുടെ ശക്തി കുറവാണ്. പണ്ട് ഗാന്ധിജി പറഞ്ഞിട്ടില്ലേ, എന്താടോ എന്തോന്ന് ഗ്രാമങ്ങളിലാണെന്ന്? ഭാരതത്തിന്റെ ആത്മാവ്. അതെ, അത് ഗ്രാമങ്ങളിൽ ഞങ്ങൾക്കില്ല. സാർ വഴി മാറുന്നു. ഇല്ലടോ, ഞാൻ ഇവിടെ തന്നെയാണ്. താൻ ഉടൻ തന്നെ പോയി കേസ് അന്വേഷിക്കും. എനിക്ക് ഉടനെ തിരുവനന്തപുരത്തെത്തണം. വഴിന്ന് മാറടാ. ഇല്ലെങ്കിൽ ടീച്ചർ എന്ത് ചെയ്യും? നിന്നോട് വഴിന്ന് മാറാനാ പറഞ്ഞേ. എനിക്ക് കുറച്ച് കണക്ക് പഠിപ്പിച്ചു തരുമോ? കണക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. ജീവശാസ്ത്രവും രസതന്ത്രവും ഒക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. എനിക്കതിൽ മാസ്റ്റർ ബിരുദവും ഉണ്ട്. വഴി മാറടാ. ടീച്ചർ പോ, ഞാൻ ഇവനൊന്ന് ട്യൂഷൻ എടുക്കട്ടെ. ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല. എനിക്കറിയാമടാ, അവിടേക്ക് നടന്നടുക്കുന്നവനായി ഞാൻ. വഴിയിൽ നിന്നും മാറടാ. നിനക്കൊക്കെ ചാവാൻ പോലീസിന്റെ വണ്ടി തന്നെ വേണോ? എന്താടാ, നിനക്ക് ചെവിയും കേട്ടൂടെ? ചെവിയും കേൾക്കാം, കണ്ണും കാണാം. റോഡിൽ കിടന്ന അഭ്യാസം കളിച്ചത് പോരാ, എന്നോട് വേദാന്തം പറയുന്നു. ഇൻസ്പെക്ടർ ഗൗതം. SI സാറേ,
എനിക്ക് സാറിനെയും ഈ തോളിൽ കിടക്കുന്ന സ്റ്റാറിനെയും എന്നെ തൊടാൻ വന്ന ഈ കൈകളെയും വളരെ ഇഷ്ടമായി. എന്റെ കൂടെ നടക്കാൻ ശ്രമിക്കണ്ട, കാരണം എനിക്ക് സ്ട്രേഞ്ചേഴ്സിന് ഇഷ്ടമല്ല. യു ക്യാൻ ബി ഓൺ ദ ടോപ്പ് ഓഫ് എ മൗണ്ടൻ, ബട്ട് യു കാൻ ബി ഓൺ ദ ടോപ്പ് ഓഫ് എ നീഡ്. ദാറ്റ്സ് മൈ പോളിസി. ഐ എം ഫ്രാങ്കോ. ബെല്ലി എന്ന ബെർലിസ് ഫ്രാങ്കോ. ഓ, അത് നീയാണല്ലേ. ഞാനിവിടെ എന്റെ നാട്ടിൽ ചാർജ് എടുത്തത് മുതൽ നിന്റെ പേര് കേട്ടു, പക്ഷേ കാണാൻ കഴിഞ്ഞില്ല. എന്തായിരിക്കും ഇങ്ങോട്ടൊരു കുടിയേറ്റം? പിന്നെ പറഞ്ഞു കേട്ടത് വെച്ച് നന്നായിട്ടുണ്ട് നീ. ഹിന്ദി, മലയാളം, തമിഴ്, ഇംഗ്ലീഷ് തുടങ്ങി പല ഭാഷകളിലും വഴങ്ങുന്ന നിന്റെ വാക്കും നോക്കും അപാരം തന്നെ ഫ്രാങ്കോ. A smile can open a heart, faster than a key can open a door. But these smiles are free, but it don't save you. നീ മനസ്സിൽ കുറിച്ചോ, ഈ എസ്.ഐ. ഗൗതം നിന്നെ വഴി തടഞ്ഞു പിടിക്കില്ല. പകരം നിന്റെ വഴി എവിടെ അവസാനിക്കുന്നതോ അവിടെ നിയമത്തിന്റെ താക്കോലിട്ട് നിന്ന് ഞാൻ പൊട്ടും. ഐ വിൽ വാക്ക് വിത്ത് യു ബിക്കോസ് ഐ ലൈക്ക് സ്ട്രേഞ്ചേഴ്സ്. മിസ്റ്റർ എസ്.ഐ., എന്നെ പറ്റി ഒരു ചുക്കും നിങ്ങൾക്കറിയില്ല. ജസ്റ്റ് ആസ്ക് യുവർ സുപ്പീരിയേഴ്സ്. അവർ പറയും ഈ ഫ്രാങ്കോ ആരാണ്. ഈ കൊച്ചു കേരളത്തിൽ വന്ന് തിരിഞ്ഞു കളിക്കാൻ സമയമുണ്ടായിട്ടല്ല. ഇവിടെ സോളാറും പ്രതിച്ഛായയും അഴിമതിയും നടികളും ഒക്കെയായി നാണം കെട്ട് നിൽക്കുമ്പോൾ എന്ത് നിയമമാണ് നിങ്ങൾ നടത്തുന്നത്? ഈ ഫ്രാങ്കോ ഫ്രാൻസിലോ ജർമ്മനിയിലോ ഉത്സവ തിരക്കിലായിരിക്കേണ്ട സമയമാണിത്. പക്ഷേ എനിക്കും ഇതെന്റെ നാടാണ്, വരാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സാറെന്നെ തടയാൻ ശ്രമിക്കരുത്. മിസ്റ്റർ ഫ്രാങ്കോ, ഞാനൊരു കേസന്വേഷണത്തിലാണ്, എന്റെ വിശ്വം മാസ്റ്ററുടെ. അതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തുന്നവരെ നിന്നെപ്പോലുള്ളവർക്ക് വിശ്രമമാണ്. ഓ, വിശ്വൻ മാസ്റ്റർ പാവം. ഞാൻ കേട്ടിട്ടുണ്ട്, നിലയില്ലാത്ത ആഴക്കടലിൽ നിന്നും മുത്തുകൾ വാരാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു പാവം അധ്യാപകൻ. കണക്കുകൾ കൂട്ടുന്നതിലല്ല, കൂട്ടിയ കണക്കുകൾ തെറ്റുന്നതിലാണ് പരാജയം. ഇവിടെ ആ മാഷിന് സംഭവിച്ചത് അതാണ്. ഒന്നുകൂടി, സാർ ചെങ്കിസ് ഖാനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മംഗോളിയരുടെ നേതാവായിരുന്നു ചെങ്കിസ് ഖാൻ. തന്റെ കരുത്തേറിയ കുതിരപ്പട്ടാളത്തെ ഉപയോഗിച്ച് ചെന്നിടത്തെല്ലാം നാശം വിതച്ച ചെങ്കിസ് ഖാൻ ദൈവത്തിന്റെ ചമ്മട്ടി. The escarage of God. Yes, I am also the escarage of God. Mind it. അപ്പൊ പോട്ടെ സാറേ, നമുക്കിനെയും കാണാം. കാണാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. എന്തൊക്കെയാ സർ വിശേഷം? നീ എന്താ വിളിച്ചത്? സാറേന്നോ? അതെ, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണ്ടേ? എന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ യൂണിഫോമിനും ചില പരിധികളുണ്ട്. ആയിക്കോട്ടെ ചേട്ടാ, എനിക്ക് പരാതിയില്ല. എന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ടാണ് അവരെന്റെ അച്ഛനെ വെട്ടി നുറുക്കിയത്. നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ ഒന്ന് ഞാൻ പറയാം, അതിന് പിന്നിലുള്ളവർക്ക് ആയുസ് കുറവാണ്. ദീപ, ചേട്ടാ. ആരാ? ഒന്നുമില്ല. ഒന്നുമില്ലല്ലേ? അതല്ല ചേട്ടാ, പിന്നെ ഇവിടെ ഭൂമിക്കൊക്കെ എന്താ വില? ആ, ഭൂമിക്കായിരുന്നു. എന്താ, സ്ഥലം വേണോ? ആ വേണം, കുറച്ചധികം. ആ, നല്ല നാളികേരമുള്ള പറമ്പാണ് ഞാൻ നോക്കുന്നത്. വാങ്ങാൻ തന്നെയാണോ അതോ കാണാനോ? ബ്രോക്കർ അല്ലല്ലോ. ബ്രോക്കർമാരെ ഏൽപ്പിച്ചാൽ ശരിയാവില്ല. അവർ കമ്മീഷൻ കൂട്ടിക്കിട്ടാൻ വേണ്ടി ഭൂമിക്ക് വില കൂട്ടും. അത് ശരിയാ. അതാണ്. ഇവിടെ ആളുകളൊക്കെ എങ്ങനെയാണ്?
നല്ല സൈലന്റ് പ്ലേസ് അല്ലേ? ആയിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഓരോ ദുരന്തങ്ങൾ. ദുരന്തങ്ങളോ? ആരൊക്കെയോ ചേർന്ന് ഈ സ്നേഹഭൂമിയെ കണ്ണീരിൽ മുക്കുന്നു. വിശ്വം മാസ്റ്റർ മാത്രമായിരുന്നു ഞങ്ങളുടെ ഏക ആശ്രയം. വിശ്വൻ മാഷെ എനിക്കും അറിയാം. എന്നാലേ ഞാൻ ചില സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. അയ്യോ ഉപ്പ വേണ്ട. വേണ്ടെന്നായോ? എന്നാലേ ശരി, പറഞ്ഞാ മതി, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ. എന്താടാ? സാറിനൊരു അപേക്ഷ തരാൻ നിന്നതാ. സ്റ്റേഷനിലേക്ക് വാ. അതില്ല സാർ, ഇവിടെ തരും. സാറേ, നിങ്ങളെ സ്റ്റേഷനിലെ പോലീസുകാരെ നിലക്ക് നിർത്താൻ പഠിക്കണം. ഇല്ലെങ്കിലേ ആ ചാർജ് കൂടി സാറിന് വന്നു ചേരും. മക്കളെ, എൻ്റെ അമ്മ എന്നോട് ഒരു കഥ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്നെ 8 മാസം വയറ്റിലുണ്ടായിരുന്നപ്പോൾ ആയില്ലിങ്കാവിൽ കുളിച്ചു തൊഴാൻ പോയ സമയത്ത് അമ്മ വെള്ളത്തിൽ മുങ്ങിപ്പോയി. അമ്മയുടെ ബോധവും പോയി. രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്ന് വരെ ഡോക്ടർമാർ പറഞ്ഞു. അപ്പോഴും ബോധത്തോടെ ഈ ഗൗതം അമ്മയുടെ ഗർഭപാത്രത്തിലുണ്ടായിരുന്നു, ഒരു ഭയവുമില്ലാതെ. അടങ്ങി നിന്നോളൂ, ഇല്ലെങ്കിലേ വീട്ടുകാർ കാക്കയ്ക്ക് ചോറ് കൊടുക്കേണ്ടി വരും. ചേട്ടാ, നീ ആ കേസന്വേഷണം എന്താക്കി? അത് ഞാനായിക്കോളാം. എത്ര കൂളായിട്ടാ നീ അത് സംസാരിക്കുന്നത്? മൂപ്പ, ഈ തൊപ്പിയിട്ട ചില പരിമിതികളൊക്കെ ഉണ്ട്. എന്നാലത് ഊരിവെക്ക്. തെളിവുകൾ കിട്ടിയാൽ ഞാൻ പൊക്കിയിരിക്കും. അതിന് നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. എന്നാലേ നിങ്ങൾക്കും വേഗം ഉണ്ട കഴിക്കാം. എന്താ നീ പറഞ്ഞത്? നിങ്ങളുടെ സംസാരം കേട്ടാൽ തോന്നും ഞാൻ ശ്രമിക്കുന്നില്ലെന്ന്. സത്യം അതാണ്. നീ അച്ചാരം വാങ്ങി കീശയിൽ കാണും. പരിധി കടക്കരുത്. ഞാൻ പറയുന്നത് സത്യമാണ്, അല്ലേ? അതെ. എന്താ നിങ്ങൾക്കതിനെന്ത് വേണം? നീ എന്ത് വൃത്തികേടാ പറയുന്നത്, നന്ദി കെട്ടവനെ. നിന്റെ തലയിൽ ഈ തൊപ്പിയും ശരീരത്തിൽ ഈ കാക്കിയും കിട്ടിയപ്പോ നീ മാറിയല്ലേ? നിങ്ങൾക്കൊക്കെ ഒരിക്കൽ മനസ്സിലാകും ഈ ഗൗതമിന്. അന്ന് നിങ്ങളെല്ലാവരും എന്റെ മുമ്പിൽ തലതാത്തും, ഉറപ്പ്. എന്താ ചെയ്യാ? ശരിടാ, ഞാൻ പോയി. കുറച്ച് ദിവസമായാലും കണ്ടിട്ട്. അങ്ങനെ പോന്നു. മാഷിന്റെ കൊലപാതകത്തെ പറ്റി വല്ല തെളിവും കിട്ടിയോ? ഇല്ല, അതിന്റെ അന്വേഷണത്തിലാണ് ഞാൻ. ഓ, എല്ലാ വഴിക്കും അന്വേഷണം നടക്കുന്നുണ്ട്. ഞാനും ഗംഗനും കൂടെ ഒന്ന് കളിച്ചാലോ? അത് പോലീസിനെ സഹായിക്കുന്ന വിധത്തിലാവണം. പോലീസ് നിയമവും കള്ളന്മാർക്കും തെമ്മാടികൾക്കും കൂട്ടുനിൽക്കലല്ല നിന്റെയൊക്കെ പണി. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്ക്. മാഷിന്റെ മരണത്തിന്റെ പങ്ക് നിന്റെ പോക്കലിലും വീണോ? എന്താ നിനക്കും വേണോ? കടന്നു പോടാ. ഗൗതം, നിന്റെ തലയിൽ തൊപ്പിയും ശരീരത്തിൽ കാക്കിയുമായി പോയി. ഇല്ലെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ തന്നേനെ. ഇല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും? അതില്ലാതവാ, അപ്പോ കാണാം. കാണാം. ഏതാ തമ്പി ബ്രാൻഡ്? മെയ്ഡ് ഇൻ ചൈനയാണെന്നാ തോന്നുന്നത്. വില കാണില്ല. പറഞ്ഞോ, ഇയാൾ ആരാ? നിങ്ങളാരാ? ആദ്യം അത് പറ. ഞങ്ങളോടാ ചോദ്യം? ഓട്ട തമ്പി, ക്ഷമിച്ചുകളാ. കുറെ ദിവസമായി ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാ ചോദിച്ചത്. ഞാനൊരു ഇൻഷുറൻസ് കമ്പനിയുടെ ഏജന്റാ. ഓരോരുത്തരെ കണ്ട് പോളിസി ചേർത്താൻ വേണ്ടി നടക്കുക. അത് ശരി. കമ്മീഷൻ കൂടുതലുണ്ടോ? എന്റെ ചേട്ടന്മാരെ, ഒന്നെടുത്താൽ മരിച്ചാൽ അഥവാ തട്ടിപ്പോയാൽ വീട്ടുകാർക്ക് ഗുണം കിട്ടും. ഓരോന്ന് ചേർത്തട്ടെ. കളിയാക്കാണോ? ഏയ്, ഞാൻ അത്രക്കാരനല്ല. ഞങ്ങൾക്ക് തന്റെ പോളിസി വേണ്ട. ഞങ്ങൾ ഫ്രാങ്കോയുടെ ആൾക്കാരാണ്. ഓ, ഫ്രാങ്കോ എവിടെയോ കേട്ടിട്ടുണ്ട്. കേൾക്കും ലോകം മുഴുവൻ.
ഹെർലീസ് ഫ്രാങ്കോ. അതെ. എന്താ വിട്, ബാഗ് വിടാൻ, ബാഗ് വിടാൻ, കുണ്ണാന്റെ ബാഗ്. ആരാ? എന്താണ് എന്താണ്? വിടാൻ, എന്നെ വിട്. ആ ആ ആ. എന്താ ജയശങ്കർ മഴ തന്നെ ഇരിക്കുന്നേ? ഒന്നുമില്ല, ഇരുന്നപ്പോ മഴ പെയ്തു, പിന്നെ ചോരട്ടെന്ന് കരുതി. എന്നാ വാ പോര്. എടാ ജയശങ്കർ, നീ പറഞ്ഞതുപോലെ ഞാൻ വന്നിരിക്കുന്നു. തലയിൽ തൊപ്പിയില്ലാതെ, ദേഹത്ത് കാക്കി ഉടുപ്പില്ലാതെ, സ്ഥലം പോലീസ് സ്റ്റേഷനുമല്ല. എന്താ പോരെ? വേണ്ട സാർ, സാറ് പോയിക്കോ, എനിക്ക് താല്പര്യമില്ല. എനിക്കതുണ്ട്. വേണ്ട സാർ, അവരെന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി സാർ ക്ഷമിച്ചു കളി. നിനക്കിതിൽ കാര്യമില്ല. ഇത് ഞാനും ഇവനും തമ്മിലുള്ള പ്രശ്നമാണ്. മൂന്നാമതൊരുത്തൻ വേണ്ട. എന്താ, എന്നോട് നേരിടാനുള്ള കരുത്ത് നിനക്കില്ലേ? കരുത്ത് ശരീരത്തിന് മാത്രമല്ല, മനസ്സിനുമുണ്ട്. എങ്കിൽ കാണട്ടെ നിന്റെ കരുത്ത്.